ലച്ചേ കേക്കാൻ കൊടുത്തിട്ട് ചുരു എന്തുവാടാ എന്തിനാണ് നീ വിളിച്ചു പോകുന്നേ? അവള് ഇവിടെ ഇടങ്ങാണ്ടുണ്ടായിരുന്നു. എന്തിനാ മുങ്ങി? ഇത് മുങ്ങിയതാ. എതുക്ക് അവ മുങ്ങണോ? ഞാനൊന്നും പറയണില്ല. എവിടെ ചേച്ചി? എവിടെ ചേച്ചി മര്യാദക്കിടൊന്നും അല്ലെങ്കിൽ എന്റെ ക്ഷമയുടെ നെല്ലിപ്പല ഇറങ്ങിക്കണിയേ. നിക്കുന്നു നിക്കുന്നടാ. എന്താണ് പറയാൻ നിക്കണ? എന്താ ചേച്ചിക്ക് എന്നോട് എന്തെങ്കിലും ദേഷ്യ വൈരാഗ്യം ഉണ്ടെങ്കിൽ അത് പറഞ്ഞിറങ്ങണമായിരുന്നു. പോട്ട് 5-6 തല്ലല്ലേ തീർക്കണമായിരുന്നു. കടുത്തുപോയി ചേച്ചി, കുറച്ച് കടുത്തുപോയി. അത് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, കുറച്ച് കടുത്തു പോയിരുന്നു. വൃത്തികെട്ട ഷർട്ട്. വൃത്തികെട്ട ഷർട്ട് അല്ലേ ഇത്? താൻ ആദ്യം പറഞ്ഞപ്പോഴേ എനിക്ക് ഉറപ്പായിരുന്നു താൻ എന്തെങ്കിലും ചെയ്യൂന്ന്. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ കണ്ട കല്യാണ വീട്ടിൽ ചോറ് വിളമ്പാൻ പോയി ഉണ്ടാക്കിയ കാശ് കൊണ്ട് മേടിച്ച ഷർട്ടാണ്. ഇതാ നല്ല ഷർട്ടാ. നീ കാര്യം പറഞ്ഞൊക്കെ വിളിച്ചിട്ട് കാര്യം പറയുന്ന ഇത്രയും ചെയ്ത് വെച്ചിട്ട് കാര്യം പറയുന്നല്ലേ? ഇതെന്തോന്നിത്? അയ്യോ, ഇതിലെങ്ങനെ ഓട്ട വീണേ? അതിന് ഇതെങ്ങനെ സംഭവിച്ചെന്ന്? തേച്ചിട്ട് തേപ്പൂട്ടി എന്റെ മണ്ടയ്ക്ക് വെച്ച് കരിച്ചിട്ട് താൻ ഒരുമാതിരി വർത്താനം പറയരുത് കേട്ടോ എന്റെ അടുത്ത്. ഞാൻ എപ്പോ തേച്ചെന്ന്? എന്തോന്നത്? കൈലി വരെ കരിഞ്ഞ്. ഇത് കണ്ട ഇവിടെ കണ്ട കൈലി വരെ കരിഞ്ഞ്. പോടാ, ഞാൻ ചെയ്തൊന്നുമല്ല. പോടന്ന്. താൻ ചെയ്തത് അല്ലെന്ന്. താൻ ചെയ്തത് പിന്നെ ഈ തേപ്പൂട്ടി ആരെടുത്ത് വെച്ച് തേക്കണത്? എനിക്കറിയാൻ പാടില്ല. എന്തായാലും ഞാനൊന്നുമല്ല. പോടാ. എല്ലാം വിളിച്ചാൻ പറയും കേട്ടാ. എല്ലാം വിളിച്ചാൻ പറയും. ഞാൻ വിളിച്ച് പറയും കേട്ടാ. പിന്നെ എന്റെ നല്ലൊരു ഷർട്ടാണ് കരിച്ചളഞ്ഞത്. ഞാൻ പറഞ്ഞു ഞാൻ അല്ലെന്ന്. എന്തോ ചേട്ടാ കാര്യം? നിന്റെ ചേച്ചി ഉണ്ടല്ലോ, നിന്റെ ചേച്ചി എന്റെ ഷർട്ട് കത്തിച്ചു മക്കളെ. അയ്യോ, എന്നാലും ചേച്ചി ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. കണ്ടാ കൊച്ചൊച്ചിന്റെ മനസ്സുണ്ടാ? അമ്മൂമ്മ കണ്ട അമ്മൂമ്മ അത് എന്തോ കാണുന്നില്ല, കണ്ടുപിടിക്കുന്നില്ലടാ. ഓ, എന്തൊക്കെയായിരുന്നു ഇവിടെ. റിവെഞ്ച് അല്ലേ ഇത്? ഞാൻ എന്ത് ചെയ്യും? கேசு அந்த ஷர்ட்டை எங்கிட்ட கொடு. இந்த கிச்சன் ஸ்லாப் துடைக்கிறதுக்கு நல்லா இருக்கும்டா. 350 രൂപ ഞാൻ മേടിച്ച ഷർട്ടാണെന്ന് കിച്ചൺ സ്ലാബ് കുറയ്ക്കാൻ. പിന്നെ ഇതിന് എന്തോത്തിന് കൊള്ളാം? നീ പറ.